വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഫാമിലി സ്പീക്കർ. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 11:30 ആയിട്ടുണ്ട്. അതിന് എണീക്കാൻ കുറച്ച് ലേറ്റായി. പിന്നെ അതിന് എന്ത് വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എടുത്താൽ എങ്ങനെ ഇരിക്കുന്നു തോന്നിയത്. ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് അണ്ടലൂർ ഉത്സവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കാൻ പാടില്ല, വെജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പം എൻ്റെ ഇന്നത്തെ ഫുഡൊക്കെ ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. കണ്ടതിന് ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അണ്ടലൂർ ഉത്സവമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്നല്ല, ഇവിടെയുള്ള ഒരു സ്ഥലത്തും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനൊരു പഴവും അവലും പൊരിയും തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കുഴച്ചിട്ടാട്ടോ കഴിക്കുന്നത്. അപ്പം എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് 12:30 എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെ എടുക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് എനിക്കൊരു ജ്യൂസ് കുടിച്ചു. മാംഗോ ജ്യൂസാണ്. അപ്പോൾ ഇപ്പോൾ ടൈം 3 മണി ആയിട്ടുണ്ട്. അണ്ടലൂർ ഉത്സവമായതുകൊണ്ട് തന്നെ നമ്മൾക്ക് നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, വെജ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും വ്രതത്തിലായിരിക്കും നാട് മൊത്തം. അപ്പോൾ ഇന്ന് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പഴം, പപ്പടം, നെയ്യ്, പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതാദ്യം കഴിക്കും. അതിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. അതിനുശേഷം ചോറ് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കഴിക്കേണ്ടത്. പക്ഷെ എനിക്കമ്മ സെപ്പറേറ്റ് ചോറ് കൊണ്ടുതന്നിട്ടുണ്ട്. ചോറൊക്കെ കുറച്ച് ഇത്ര കഴിക്കും. കുറച്ച് ചോറ്, പച്ചക്കായുടെ ഉപ്പേരി, പപ്പടം, ഇത് ചക്കയാട്ടോ, ഇടിച്ചക്ക എന്ന് പറയും. ഇടിച്ചക്കയുടെ കറി, അച്ചാർ, എനിക്കത് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ ഇവിടെ മോര് കറിയും വെള്ളരിക്കേണ്ട ഒരു കറിയാണ്, അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കൂടി കഴിച്ച് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്യുക. കല ഉത്സവത്തിന് ശേഷം മാത്രമേ നമുക്ക്, ശേഷമല്ല 2-ാം തീയതി ചക്കോട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ചക്ക എന്നുള്ള സംഭവം കഴിക്കാൻ പറ്റും. അതുവരെ ചക്ക നമുക്ക് കഴിക്കാൻ പാടില്ല. പിന്നെ രാത്രി നല്ല വെജ് ബിരിയാണിയും പായസവും കഴിച്ചു.